അറ്റത്ത് വെച്ചിട്ട് തുടങ്ങുന്ന സാധനം. ഹായ് ഫ്രണ്ട്സ്, കിഡി സ്കൂപ്പിന്റെ ബാക്ക് ടു സ്കൂൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ബാക്ക് ടു സ്കൂൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇടക്കാല സ്പോർട്സ് ഐറ്റംസിന് താൽക്കാലികമായി നമ്മൾ വിരമിക്കേണ്ട സമയമായി. സൈഡ് സ്പോർട്ടുകളെ നമ്മൾ താൽക്കാലികമായി മാറ്റി വെക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവന്മാരെ ആദ്യം എടുത്ത് മാറ്റി വെക്കാം. കാരണം നമുക്ക് ഇനി കൂടുതൽ ടൈം കിട്ടത്തില്ല പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ ഇനി സൈക്കിള് എന്തായാലും ഫോക്കസ്ഡ് ആണല്ലോ. അപ്പം നമ്മൾ ടൈം ശനി ഞായർ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും നാളും മഴ കാരണം പുറത്തിറങ്ങാതിരിക്കുന്നതും കൂടെ ഉള്ളത് കൊണ്ട് ഇവന്മാർക്ക് നല്ല മഴ കാരണം നമ്മളെ ചതിച്ചിരിക്കുന്നു. മഴ നല്ലപോലെ കുളമാക്കിയിട്ടുണ്ട്. ഇന്നൊരു മഴ കുറവുണ്ട് അല്ലേ? ഇന്നും ഇന്നലെയായിട്ട് മഴ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ കാലത്തുണ്ടല്ലോ ജൂൺ 1 എന്ന് പറഞ്ഞാൽ പിന്നെ മഴയായിരുന്നു. അപ്പോൾ ഈ കാലാവസ്ഥകളൊക്കെ മാറി മറിഞ്ഞു. നമ്മൾ പോയിട്ടുള്ളതെന്നൊക്കെ വെച്ചാൽ മഴ നനഞ്ഞ് തന്നെയാണ് സ്കൂളിൽ പോയേക്കുന്നത്. കുട പിടിച്ച് മഴ നനഞ്ഞ്. പണ്ടൊക്കെ കുട പോലും വലിയ ആഗ്രഹങ്ങൾ മാത്രമായിരുന്നു. അപ്പോൾ നമ്മുടെ ബാക്ക് ടു സ്കൂൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമുണ്ടെന്ന്. കാരണം കുറേ കുട്ടികൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, കുറേ ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ബാക്ക് ടു സ്കൂൾ വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാ കാര്യങ്ങളും ഒന്ന് ഒതുക്കി വരണമെങ്കിൽ കുറേ സമയം എടുക്കും. ഇവന്മാരുടെ ബുക്കെല്ലാം പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കിയ ഒരു ബുക്കാണ്. ഉണ്ടാക്കിയ ബുക്കൊന്നുമല്ല, അത് ബുക്ക് കവറിന്റെ കാര്യം. നമ്മുടെ കിട്ടിയ ബുക്കും പുസ്തകവും എല്ലാം നമ്മളത് പൊതിഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയൊരു എംബ്ലം അത് നല്ല കാര്യമാണ് കേട്ടോ. ഒരുമാതിരി പ്ലാസ്റ്റിക് കോട്ടിംഗ് അല്ല, പ്ലാസ്റ്റിക്കിന്റെ തന്നെ സിന്തറ്റിക് പോലുള്ള ഒരു കവറിംഗ് ആണ് വന്നിരിക്കുന്നത്. അതിനകത്തിൽ ഇതാവുമ്പോൾ നമുക്ക് ഗുണമുണ്ട്. കാരണം വെള്ളമൊന്നും വീണ്ടും പെട്ടെന്ന് പോകത്തില്ല. അവരുടെ എംബ്ലമൊക്കെ വെച്ച് ബദനി അക്കാഡമിയുടെ എംബ്ലമൊക്കെ വെച്ച് നല്ല കിടുക്കനായിട്ടാണ് ഇപ്രാവശ്യം വന്നേക്കുന്നത്. ഞങ്ങൾ സാധനങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചിട്ട് പിന്നെ നമുക്ക് രണ്ട് ബുക്ക് ബാക്കിയെല്ലാം പൊതിഞ്ഞു, ബാക്കി 2 ബുക്ക് പൊതിഞ്ഞു കാണിക്കാം. പഠിക്കാത്തവർ പഠിച്ചു പോടാവുന്നത്. അപ്പൊ ഇനി ഈ 2 ബുക്കും കൂടെ ഉള്ളു പൊതിയാൻ വേണ്ടിയിട്ട് 2 പേരുടെ സൈഡിൽ പൊതിഞ്ഞ് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ വർക്കിംഗ് ഒക്കെ ആയ കാരണം കുറേ ആയിട്ട് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇവരുടെ സ്കൂളിൽ മാത്രമായിരിക്കത്തില്ല, എല്ലായിടത്തും കാണും. പക്ഷെ ഇവർക്ക് ആർട്ടിന്റെ ബുക്കുകൾ നല്ല രസമാണ് കാണാൻ കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെടും കണ്ടാല്. സച്ചുവിന്റെ ആർട്ട് എന്ത് ചെയ്യടാ? എല്ലാം ഉണ്ട്. നമ്മള് കളറിങ്, പെയിന്റിങ്, എന്തുവാ പിന്നെ ക്രാഫ്റ്റിംഗ് ഒക്കെ കാണും. പിന്നെ അവസാനം എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ആണ്. പിന്നെ അവസാന സമയത്ത് അവനെ പറഞ്ഞു. അപ്പൊ ഇത് സച്ചുകൂടന്റെ ക്രാഫ്റ്റാണ് വന്നേക്കുന്നത്. ക്രാഫ്റ്റിലെ ആർട്ട് ബുക്ക്. അപ്പൊ ഇതും നല്ല രസമാണ് കേട്ടോ. അപ്പൊ ഇവര് ആർട്ടൊക്കെ ചെയ്യുന്നത് ഇതെല്ലാം വെച്ച് നമ്മൾ ചെയ്യേണ്ടൊക്കെയാണ്. ഇതിനകത്ത് കുറേ ഉണ്ട്, പക്ഷെ ആർട്ട് ക്ലാസ് ഞങ്ങൾക്ക് കുറവാണ്. അതുകൊണ്ട് കുറച്ച് കംപ്ലീറ്റ് ആവാൻ പാടുള്ളൂ. ഡ്രോയിങ് ഒക്കെ ചെയ്യണം. ഈ സാധനം സാൻഡ് പേപ്പറാണ്. അപ്പൊ ഇത് വെച്ചിട്ടൊക്കെ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഈ ബുക്ക് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആർട്ട് ബുക്ക് എല്ലായിടത്തും നല്ലതായിരിക്കും. പക്ഷെ ഇവരുടെ ആർട്ട് ബുക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ നമ്മളെ പൊതിഞ്ഞൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ വലിയ കാര്യമായിട്ട് ഒന്നും ഈ പ്രാവശ്യം ബാക്ക് ടു സ്കൂളിലേക്ക് വാങ്ങിയിട്ടില്ല. ബുക്ക് പുസ്തകം വാങ്ങിച്ചപ്പോൾ തന്നെ നല്ല എമൗണ്ട് ഒക്കെ ആയി. പിന്നെ അപ്പൊ നമ്മള് സച്ചുക്കുട്ടന്റെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചത് നമുക്ക് കാണിച്ചു തരാം. ആദ്യം സച്ചുക്കുട്ടന്റെ കാണിക്കാം. നമ്മള് കുഞ്ഞാപ്പിയല്ലേ. അപ്പൊ സച്ചുക്കുട്ടൻ നമ്മൾ ആദ്യം വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ലഞ്ച് ബോക്സ് ആണ്. അപ്പൊ ഈ ലഞ്ച് ബാഗ്, അപ്പൊ ഇതിനകത്തില് കുറെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് ഞാൻ. ഈ ബോട്ടിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നല്ല ബോട്ടിലാണ്. ഇത് നമുക്ക് എന്തെങ്കിലും കറിയൊക്കെ കൊണ്ടുപോവാം. 2 ഇത് പിന്നെ സ്നാക്സ് കൊണ്ടുപോവാം. പിന്നെ 3 ഇത് ലഞ്ച് ഫുഡ് എന്താണോ അത് കൊണ്ടുപോവാം. അപ്പോൾ ഈ 3 പാത്രം, പിന്നെ ചെറിയ ഒരു 2 ഫോർക്ക് കറി കൊണ്ടുപോകാനോ അച്ചാറോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റിയ വേറൊരു പാത്രം കൂടി. അപ്പം നമ്മളില്ലേ ഇവിടെ ഒരു പേപ്പറോ എന്തെങ്കിലും കാർഡ്ബോർഡോ 2 ആക്കിയിട്ട് ഉപ്പും അച്ചാറും ഒക്കെ ഇട്ടുണ്ട്. പിന്നെ 2 നല്ല അടിപൊളി ഒരു സ്പൂണും ഫോർക്കും ഒക്കെ ഉണ്ട്. ഈ ബോട്ടിലും ഇതും എല്ലാം നല്ല പാത്രവും എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് വന്നേക്കുന്നത്. ചൂട് നിൽക്കും. നമ്മൾ ഫുഡ് കൊടുത്തു വിടുന്ന ഫുഡ് അഴുക്കാവത്തില്ല. ഇതിന്റെ അകത്ത് ചൂട് കുറയത്തില്ല. ചൂട് തന്നെ ഹോട്ടായിട്ട്. ഇവൻ ഞങ്ങൾ താമസമാണ് മേടിച്ചത്. ഞങ്ങൾ നോക്കിയപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറയാ, ദേ കച്ചി
മൈക്രോവേവ് ഇതിന്റെ അകത്ത് മൈക്രോവേവ് ഓവൻ ആയിട്ടിരിക്കുന്നു. അപ്പൊ ഇതിന് 800 രൂപ 832 രൂപ എങ്ങാണ്ടായിരുന്നു. വേറെ സാധനമുണ്ട്. അപ്പൊ ഇതിന്റെ നമുക്ക് മുഖം തുടയ്ക്കാനുള്ള ഒരു ടവലും കിട്ടും. MRP എത്രയായിരുന്നു? എനിക്ക് 2000 800. നമ്മൾ വാങ്ങിയിട്ട് ആമസോണിലല്ലേ 826. അതിന്റെ യഥാർത്ഥ റേറ്റ് എത്രയായിരുന്നു? 2000 എത്ര ആയിരുന്നു? എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മയില്ല കേട്ടോ. അപ്പൊ ഞാനത് ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. കാണിച്ചു അപ്പൊ ഇത് പറഞ്ഞു കൊടുക്കട്ടെ. അപ്പൊ പക്ഷെ ഈ ബാഗിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ബാഗ് ഭയങ്കര നല്ല രസമുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയിലാണ് ഈ സാധനം വന്നേക്കുന്നത്. നല്ല ക്വാളിറ്റിയിലാണ്. അപ്പൊ ഇത് അങ്ങോട്ട് മാറ്റി വെച്ചോ. അത് സച്ചിക്കൂട്ടിന് വാങ്ങിച്ച ഒരു സാധനം. ഇത് ഇനി ഞാൻ നമുക്ക് കാണിക്കാവേ. ഇതിന്റെ അകത്ത് നമുക്ക് ബോക്സ് ആണ്, വലിയൊരു ബോക്സ് ആണ്. ഇതിനത്ര ഇതിന്റെ അകത്ത് കുറേ സാധനങ്ങൾ ഇടാം. കാരണം ഇവർക്ക് എപ്പോഴും ആർട്ടിന്റെ ഇതിനു വേണ്ടി കുറെ സാധനങ്ങൾ എല്ലാ പിള്ളേർക്കും കൊണ്ടുപോകണം. അപ്പൊ ഇവന്മാർക്ക് കൊണ്ടുപോകണല്ലോ. അപ്പൊ ഇത് ഓടാവുന്നു. പിന്നെ ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വേണേലും ഇട്ടോണ്ട് പോവാം. ഇവിടെ പെൻസിലും ഇതൊക്കെ ഇടാനാണ്. ഇവിടെ സ്കെയില് നല്ല എന്ത് വേണേലും വെക്കാം. പേപ്പറോ പെൻസിലോ ബോക്സ് അല്ല അങ്ങനത്തെ എന്ത് വേണേലും വെക്കാം. നിന്റെ ഇഷ്ടം. അത് അവന്റെ യുക്തിക്ക് അനുസരിച്ചായിടാൻ യൂണിവേഴ്സ് ആണ്. പിന്നെ സാറ്റേൺ ഉണ്ട്. പിന്നെ അത് അവിടെ വെച്ചോ. അതെല്ലാവർക്കും അറിയാം. നിന്നെ പോലെ തന്നെ അവരെല്ലാവരും സ്കൂളിൽ പോകുന്നവരും ഒക്കെ തന്നെയാ. പിന്നെ ഇനി നമ്മൾ ഈ പ്രാവശ്യം നമ്മുടെ റിച്ചുകൂട്ടനും സച്ചിക്കൂട്ടനും ബാഗ് വാങ്ങിയിട്ടില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച ബാഗ് ഇങ്ങടുത്ത് നല്ല ക്വാളിറ്റിയോടെ തന്നെ ഈ ബാഗാണ് റിച്ചുവിന്റെ ബാഗ്. അപ്പൊ ഇതിനകത്ത് എത്ര ഓറ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. 1 2 3 4 5 ഓറ. അപ്പൊ ഈ ബാഗിന് ഒരു കുഴപ്പമില്ല. അപ്പൊ ഈ വർഷം എന്തായാലും പുതിയൊരു ബാഗിന്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് വാഷിംഗ് മെഷീൻ ഇട്ടാണ് കഴുകി വൃത്തിയാക്കി ഉണക്കി കിട്ടിയ നമ്മുടെ കിടക്കാച്ചി ബാഗായിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ ഇത് സച്ചുകുട്ടന്റെ ബാഗ്. ഇതിനും ഒരു കുഴപ്പവും നിങ്ങൾക്ക് കാണുന്നില്ലല്ലോ. അപ്പൊ ഈ ബാഗിന്റെ വാങ്ങിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ വർഷം അതുകൊണ്ട് നമ്മൾ ബാഗ് വാങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ബാഗ് രണ്ടും കാണിച്ചു കഴിഞ്ഞു. നമ്മളൊരു വീഡിയോയിൽ ബാഗ് വാങ്ങിക്കുന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരാളെ കമൻറ്റ് ചെയ്യാൻ കണ്ടായിരുന്നു. ഒരെണ്ണത്തിൽ ലിങ്ക് തന്നിട്ട് വേറൊരെണ്ണത്തിൽ ബാഗ് വാങ്ങിക്കരുതെന്ന് പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് വാങ്ങിക്കേണ്ടത്. അനാവശ്യമായിട്ട് നമ്മളൊരു സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടേണ്ട കാര്യമില്ല. പക്ഷെ അത് മനസ്സിലാക്കുന്ന കുഞ്ഞുങ്ങളും കൂടെ ആയിരിക്കണം കേട്ടോ. അതിൽ ഞാൻ പ്രൗഡാണ് സത്യം പറഞ്ഞാൽ. കാരണം ഇവരോട് പറയുമ്പോഴെല്ലാം ഞാൻ ചിന്തിച്ചു, അയ്യോ ഞാൻ എൻ്റെ പ്രായത്തിൽ ഇങ്ങനെ ചിന്തിച്ചില്ലല്ലോ, എൻ്റെ കുഞ്ഞുങ്ങൾ അത്രയും മെച്ചുവറായിട്ട് പെരുമാറുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. അവരവരുടെ നമ്മുടെ എന്താണോ സിറ്റുവേഷൻ അനുസരിച്ച് അവർ പെരുമാറാൻ അവർ വില്ലിങ് ആവുന്നല്ല. അവർ വേറെ ഒന്നും അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മൾ എന്താണോ പറയുന്നത് അവർ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഇനി സച്ചിക്കൂട്ടന് സച്ചിന് വായിക്കാൻ അറിയാവുന്നതുകൊണ്ട് സ്കോളർ കിറ്റ്. എല്ലാവരും എല്ലാ സാധനങ്ങളും ഒക്കെ വാങ്ങിച്ച് കാണും. ഇതുപോലെ എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബുക്കൊക്കെ പൊതിഞ്ഞ് നാളെ പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പ് എടുത്തിരിക്കും. അതറിയാം. ഈ പോകാനുള്ള ഒരു സന്തോഷം ചിലപ്പോ ഈ ഒരാഴ്ച മാത്രമേ കാണുള്ളായിരിക്കും അല്ലേ? ഇല്ല അത് മാറ്റി വെച്ചു. അപ്പൊ ഒരു ക്രയോൺ ഉണ്ട്. ഇതിനകത്ത് എന്തൊക്കെയുണ്ടോ നമ്മൾ നോക്കിയില്ലായിരുന്നു. ഒരു ക്രയോൺ ഉണ്ട്, 3 എറേസർ ഉണ്ട്, 2 കട്ടറുണ്ട് കേട്ടോ. അത് കൊള്ളാം. 2 കട്ടറുണ്ട്. അതും എറേസറാ. ഇത് പിന്നെ നമ്മുടെ എന്തോ സാധനം, എത്ര പെൻസിലാ? കട്ടർ വേസ്റ്റ് ഇടാനുള്ള ഒരു കട്ടർ. 2 4 6 8 10 പിന്നെ 3 റബ്ബർ. പിന്നെ ഒരു സാധനം ഞാൻ പറഞ്ഞു 10 പെൻസിലും അറ്റത്ത് വെക്കാനുള്ള സാധനമാണ്. അറ്റത്ത് വെച്ചിട്ട് തുടങ്ങുന്ന സാധനം. ഇതിന്റെ അകത്ത് കൂടെ വേറെ ഇൻക്ലൂഡ്സ് ലോങ് പോയിന്റ് ഷാർപ്പർ. ഷാർപ്പനർ ഒക്കെ ഉണ്ടല്ലോ. ഇതിന്റെ അകത്ത് ഫ്രീ ഉണ്ട്. നമുക്ക് പൊട്ടി നോക്കാം. അതിനകത്ത് ഫ്രീ ഒന്നും ഇല്ല. ഷാർപ്പർ റബ്ബറും ഉണ്ട്. അതല്ലേ ഇത്? അല്ല, വേറെ ഉണ്ടോ? കിറ്റിന്റെ നമുക്ക് പൊട്ടി നോക്കാം. ചുമ്മാ ഫ്രണ്ട്സ്. പിന്നെ ഉണ്ടോ? ഓ അത് കൊള്ളാം കേട്ടോ. അപ്പൊ 99 രൂപയ്ക്ക് ഇത് വർത്താണ്. നമ്മള് അല്ല 10 പെൻസിലുണ്ട്. അപ്സര പ്ലാറ്റിനം എന്നാണ് ഈ പെൻസിലിന്റെ പേര്. നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇത്ര സാധനങ്ങൾ നിന്റെ ഇതിലോട്ട് എടുത്ത് വെച്ചു. നമുക്ക്
ഫസ്റ്റ് ഇതിൻ്റെ അകത്തോട്ട് വെക്കുക, പിന്നെ ഇതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് അടച്ച് പൂട്ടി വെക്കാം. എന്നിട്ട് നാളെ ഇനി എഴുതാൻ വേണ്ടി എടുക്കാം. ഞാൻ പേനയാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ഇവിടെ കാണിക്കാത്ത ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇവർക്ക് കൊടയ്ക്ക് വരെ നമ്മൾ റെയിൻകോട്ടാണ് വാങ്ങിച്ചത്. കാരണം നമ്മള് സ്കൂട്ടറിലാണ് യാത്ര ചെയ്യുന്നത് കൂടുതൽ. അപ്പൊ സ്കൂട്ടറിന് കൂടെ പോകുമ്പോ ഭയങ്കര സന്തോഷം. അത് താഴെ ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത് എടുത്തോണ്ട് വരാൻ വിട്ടുപോയി. പിന്നെ ഇനി ബോക്സ് വെച്ചോ. അപ്പൊ നിന്റെ ക്രയോൺ കൂടെ കാണില്ല. പിന്നെ നമ്മള് ഇവർക്ക് ക്രയോൺസ് ഒത്തിരി ആവശ്യമുള്ളത് കൊണ്ട് ഒരു വലിയൊരു ക്രയോൺ ബോക്സ് തിരിച്ചു കാണിയേ. ഇങ്ങനെ കാണിച്ചാൽ മതിയല്ലോ. ഇത് സച്ചുന് മാത്രമല്ല റിച്ചുനും കൂടെ വേണ്ടിയിട്ട് രണ്ടുപേർ കൂടെ വേണ്ടിയിട്ടാണ് അത്രയും വലിയ ഒരെണ്ണം വാങ്ങിച്ചേക്കുന്നത്. ആ ഉണ്ട്, എന്നാലും പിന്നെ നീ സച്ചു അടിപൊളി അടിപൊളി. വേറെ കാര്യമുണ്ട്, നമുക്ക് ഇതിന്റെ പുറകെ പേരൊക്കെ എഴുതാൻ പറ്റിയ ഒരു സാധനമുണ്ട്. ആ ഓക്കെ നെയിം സ്ലിപ്പ് പോലെ അല്ലേ. ഇപ്പൊ നമുക്ക് ഈ പ്രാവശ്യം നെയിം സ്ലിപ്പ് വാങ്ങിക്കേണ്ട ആവശ്യം വന്നില്ല. അത് ഈ കവറിങ് വന്നിട്ടുള്ളത് കൊണ്ട് നെയിം സ്ലിപ്പ് വാങ്ങിക്കേണ്ട കാര്യം വന്നില്ല. അപ്പൊ ഇനി സച്ചുകൂട്ടന്റെ എല്ലാ സാധനങ്ങളും കാണിച്ചോ. പിന്നെ സച്ചുകൂട്ടന് നമ്മള് സ്കൂൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രാവശ്യം യൂണിഫോമും എടുത്തിട്ടില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ അത് അവൻ എപ്പോ പോയാലും ഒരു ആർട്ട് ബുക്ക് എവിടെന്നെങ്കിലും ഒക്കെ വാങ്ങിച്ചെടുക്കും. ഇതുപോലെ ക്രാഫ്റ്റിംഗ് ഒക്കെ ഉണ്ടാക്കണം, പേപ്പർ വെച്ച് ഇത് വെച്ചൊക്കെ. ഞാൻ കാണിച്ചത് സച്ചുകൂട്ടനെ കാണും. എന്തൊക്കെയോ പറഞ്ഞത് അപ്പൊ അവൻ എവിടെ പോയാലും ഒരു കളറിംഗ് ബുക്കോ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞൊരു കളർ പെൻസിലോ എന്തേലും അവൻ അങ്ങനെ വാങ്ങിക്കാറുള്ളതാണ്. അപ്പൊ അത് അവന്റെ സെക്ഷൻസ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ യൂണിഫോമിന്റെ കാര്യം പറയാം. അപ്പൊ നിക്കേ, അപ്പം യൂണിഫോമിന്റെ കാര്യം പറയാം. സച്ചുകുട്ടിന് ഈ പ്രാവശ്യം നമ്മൾ യൂണിഫോം എടുത്തിട്ടില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ 2 ജോഡി നന്നായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ അപ്പൊ ഷൂ ഉണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഇനി വാങ്ങിക്കാനുള്ള ഒരു ഷോക്സ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ഇനിയിപ്പോ നാളെ പോകുമ്പോ വാങ്ങിക്കാം. അപ്പൊ സച്ചുകുട്ടിന്റെ സെക്ഷൻ വെച്ചോ. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് എന്റെ ബോക്സ് ആണ്. പൗച്ച് എനിക്ക് ഇതെന്ന് വെച്ചാൽ കുഞ്ഞൊരു പൗച്ച് മതി. 2 പേനയും ഒരു പെൻസിലൊക്കെ ഇട്ടാൽ മതി, ഒരു സ്കെയിലൊക്കെ ഇട്ടാലും പോലും. അപ്പൊ ഇതിനുവേണ്ടി ഒരു കുഞ്ഞ് ട്രാൻസ്പെറന്റ് പൗച്ചാണ് മേടിച്ചത്. അതാകുമ്പോ എന്തോ ഉണ്ടെന്ന് അകത്ത് തുറന്നു നോക്കണ്ട, തപ്പേണ്ട കാര്യമില്ലല്ലോ. എന്റെ പെൻസിൽ കണ്ടില്ലെന്ന് പറഞ്ഞ് പോകാൻ നേരത്ത് ഭയങ്കര ബഹളമായിരിക്കും. എന്റെ പെൻസിൽ കണ്ടില്ല, ഇതാകുമ്പോ എടുത്ത് നോക്കിയാൽ മതിയല്ലോ. നല്ല ഞാൻ ഉപയോഗിക്കുന്ന പേനാണ് ഇതിന്റെ അകത്ത് തന്നെ ഇട്ടു. ഈ പേന വാങ്ങിക്കാൻ ഒരു 10 കടയിൽ പോയി കാണും. എന്താ സെല്ലോടെ പേപ്പർ സോഫ്റ്റ് എന്നാണ്. ഇത് ഭയങ്കര സുഖമാണ്. അടിപൊളി, സൂപ്പർ, നല്ല രസമാണ് നമുക്ക് എഴുതാൻ. നിങ്ങൾ ഈ പേന ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. കാരണം ഇത്ര ഇഷ്ടത്തോടെ ഇവൻ ഒരു ഈ പ്രാവശ്യമാണ് പേന വെച്ച് എഴുതാൻ തുടങ്ങുന്നത്. അപ്പൊ അതൊരു കൺഗ്രാജുലേഷൻ. പെൻസിലിൽ നിന്നും ഒരു പ്രൊമോഷൻ കിട്ടിയിരിക്കുന്നു. പിന്നെ ഇവന് കിട്ടിയ പ്രൊമോഷൻ എന്ന് വെച്ചാല് ട്രൗസറിൽ നിന്നും പാന്റിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം ഇന്ന് ഈ പ്രാവശ്യം റിച്ചുക്കുട്ടന് ഒരു 3 പാന്റ് കൂടെ മാത്രമാണ് നമ്മൾ യൂണിഫോമിൽ എടുത്തേക്കുന്നത്. പേപ്പർ സോഫ്റ്റിന് 20 റുപ്പീസേ വരുന്നുള്ളൂ. അപ്പൊ അവന് കുറെ കടയിൽ പോയി തപ്പി പിടിച്ചത് എടുത്തു. എത്ര പേന കാണിച്ചിട്ടും അവന് വേണ്ട, അത് തന്നെ വേണം. പിന്നെ എത്ര കളർ അടിച്ചിട്ടും വേണ്ട സെല്ലോടെ. കുറെ കളർ എല്ലാ കടയിലും സെല്ലോടെ പേനയുണ്ട്, പക്ഷെ ബ്ലാക്ക് കളർ എനിക്ക് ബ്ലൂവേ ഉള്ളായിരുന്നോ? ഇവര് മാത്രമാ പേന വാങ്ങിക്കാൻ പോയത് കേട്ടോ. അപ്പൊ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഇനി കളേഴ്സ് കാണിക്കാം. ഇതില് 15 കളേഴ്സ് ആണ്. 1 2 3 അതൊക്കെ എണ്ണാനൊക്കെ എല്ലാവർക്കും അറിയാം. കാണിച്ചു കൊടുക്കുന്നത് വലിച്ചു കിട്ടാതെ. കണക്ടർ പെൻസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കണക്ടർ പെൻസോ? ഇതിങ്ങനെ പേനയുടെ വണ്ട് ഇങ്ങനെ. കൊള്ളാം അല്ലേ? അവര് ഇങ്ങനെ ഇത് നമുക്ക് ഇങ്ങനെ വെക്കാം. അടിപൊളി അടിപൊളി. ഇത് പെന്നാണോടാ? പേനയാണോ സംശയമുണ്ട്. പെന്നാ? പെൻസ് ഇത് മതി നോക്കാം. ഇത് വെച്ച് നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മള് കളർ പെൻസിൽ സ്കെച്ച് യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ ഇത് നോക്കാതെ വാങ്ങിച്ചവർക്ക് നല്ല ഐഡിയ ഉണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നെ ആ ക്രയോൺ 26 ഉണ്ട്, അത് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഇത് ഇരിക്കട്ടെ, രസമല്ലേ? അതും കൂടെ വെക്കുമ്പോ അത് കറക്റ്റ് ആയിട്ട് കിട്ടുമായിരിക്കും.
അതും കൂടെ വെയ്. ആ ഇനിയും ഉണ്ട്. അപ്പോൾ ഇവര് അവരുടെ കളർ പെന്നൊക്കെ ഞാൻ എടുത്തു തരാം. നീ വെപ്രാളം പിടിക്കുന്നുണ്ട്. അവന് ഭയങ്കര എന്താ ഇങ്ങനെ ഒരു ഫ്രീ ആണോ? അങ്ങനെ കയറ്റി വെച്ചോ. എനിക്ക് പിന്നെ ഫാബർ കാസ്റ്റിലാണ് കളറും ഒക്കെ ഇഷ്ടം. കളർ പെൻസിലൊക്കെ ആ നല്ല രസമാണ്, വേഗം നശിച്ചു പോകത്തില്ല. നല്ലൊരു ബ്രാൻഡാണ് ഫാബർ കാസ്റ്റലിന്റെ. അപ്പം എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും ഇതൊക്കെ തന്നെ. ക്യാമൽ. ആ അപ്പൊ റിച്ചുകുട്ടിന് ഇനി എന്തോ കാണിക്കാനുള്ളത്? നമ്മള് സത്യം പറഞ്ഞാൽ ഈ പ്രാവശ്യം പറ്റിച്ചത് റിച്ചുവിന് അല്ല. ആ അത് കൊള്ളാം കേട്ടോ, അത് സൂപ്പർ ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. അയ്യോ ഐ ആം സോറി. അപ്പൊ ഇതുപോലെ ലഞ്ച് ബോക്സ് ഇത് നമ്മൾ ഒരെണ്ണം വാങ്ങിച്ച് നോക്കാമെന്നാണ് ഓർത്തത്. അപ്പൊ റിച്ചുവിന്റെ അത് നാളെ രാവിലെ എത്തുള്ളൂ. നമ്മൾ ഓൺലൈനിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും ലഞ്ച് ബാഗ് ഉണ്ട്. പിന്നെ പഴയ പാത്രങ്ങളും എല്ലാം കഴിഞ്ഞ വർഷത്തെ പാത്രം എല്ലാം പുതിയതായിട്ട് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ അതുണ്ട്. പിന്നെ എന്നാലും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമല്ലോ, ഇപ്രാവശ്യം വേറെ ഒന്നും വാങ്ങിക്കുന്നില്ലല്ലോ. പിന്നെ 2 ബുക്ക് പൊതിയുന്ന കാണിച്ചാലോ? ബുക്ക് പൊതിയുന്നത് എല്ലാവരും പൊതിയുന്നത് പോലെ തന്നെയല്ലേ ഇത്? പിന്നെ അല്ല, ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണ് ബുക്ക് പൊതിയുന്നത്. ഞാനുണ്ടല്ലോ ആദ്യത്തെ ബുക്കൊക്കെ പൊതിഞ്ഞപ്പോൾ ഭയങ്കര സ്റ്റൈലിൽ ഇവിടുന്നൊക്കെ കട്ട് ചെയ്ത് അകത്തോട്ടൊക്കെ കയറ്റി നല്ല അടിപൊളിയായിട്ടൊക്കെ ചെയ്തു. ഒരാൾക്ക് തന്നെ 30 ബുക്ക് പൊതിയാനുണ്ടായിരുന്നു. അത് കാരണം ഞാൻ അവസാനം നൈസായിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പൊതിയാൻ തുടങ്ങി. എന്തിയാ കത്രിക സിസ്റ്റേഴ്സ് എന്തിയേ? സച്ചു കൂടെ കൊണ്ടുവന്നായിരുന്നല്ലോ. ആ എന്തിയാ? സിസ്റ്റേഴ്സ് കാണുന്നില്ല. അപ്പൊ എല്ലാവരും ഫസ്റ്റ് റിച്ചുകൊണ്ട ബുക്ക് എന്ത് ചെയ്യണം? ഇത് നോർമലി എല്ലാവരും പൊതിയുന്നത് ഇങ്ങനെ, പക്ഷെ ഞാൻ ഇതിന്റെ ഏറ്റവും അടിയിൽ നോക്കട്ടെ. ബുക്ക് അല്ല, ഇതിനകത്തിൽ വലിയ ഗ്ലാമർ ആയിട്ടൊക്കെ ആദ്യം ഒന്ന് അയ്യോടാ നിന്റെ അല്ലല്ലോടാ നിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് കാണിക്കേ. ഇത് കണ്ടോ ഫ്രണ്ട്സ്? അപ്പോൾ ഇവിടെ നമുക്ക് ഈ മടക്കില്ലാത്ത രീതിയിൽ അകത്തോട്ട് ഈ കട്ടിങ് കയറ്റി നമുക്ക് പൊതിയാൻ പറ്റും. ഇത് ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. അത് കാരണം ഞാൻ പിന്നെ ഉടായ്പെടുത്ത് ഇങ്ങനെ സാധാരണ നോർമൽ പൊതിയലിലേക്ക് മാറി. കാരണം ഇത്ര ഇരുന്ന് പൊതിഞ്ഞപ്പോൾ എനിക്ക് നല്ല മടുപ്പായി. ഇവിടെ കുത്തിയിരുന്ന് പൊതിയണ്ടേ. പിന്നെ ഇവന്മാർ എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഇങ്ങനെ മടക്കി തന്ന് ഇങ്ങനെ സെറ്റാക്കി തന്നത് അവരാണ്. 9 മണിക്ക് തുടങ്ങിയിട്ട് 8 മണിക്ക് തീരത്തുള്ളായിരുന്നു. സച്ച് സ്ഥിരമായിട്ട് ഇങ്ങനെ നിങ്ങളത് പറയുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. അവൻ പറയുന്ന ടൈം ഒന്നും കറക്റ്റ് ആയിരിക്കത്തേ ഇല്ല. അപ്പൊ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ബാക്ക് ടു സ്കൂൾ. അപ്പൊ നമ്മള് വലിയ കാര്യമായിട്ട് ഈ പ്രാവശ്യം ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല. അപ്പൊ എല്ലാവരും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. ചിലപ്പോ എല്ലാവരും എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. ബാക്കിയുള്ളവരെ ലഞ്ച് ബാഗ് ഇനി നാളെ വരത്തുള്ളൂ. ഇന്ന് സൺഡേ, നാളെ മൺഡേ ആണ്. അപ്പൊ നാളെ വരത്തുള്ളൂ. ഇന്ന് 2-ാം തീയതി, ഇന്ന് 2, നാളെ 3. അപ്പൊ എല്ലാ കുഞ്ഞുങ്ങളും അതെ ഈ ഒരു ആവേശം എപ്പോഴും കാണണം. നാളെ എത്ര ദിവസം? 3 മൺഡേ. മൺഡേ 99% മഴ പെയ്യുന്നാണ് ഞാൻ ഫോണിൽ നോക്കിയത്. അതുകൊണ്ട് മഴ പെയ്യത്തില്ലായിരിക്കും. ഇല്ല. അപ്പൊ നമ്മള് എന്തായാലും ചതിച്ചാലും ചതിച്ചില്ലാലും സ്കൂളിൽ പോകും. അപ്പൊ എല്ലാരും നല്ല സേഫ് ആയിട്ട് പോവുക. എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്കൂളിന്റെ എൻട്രൻസിൽ ഒരു പാലമുണ്ട്. അവിടെ വലിയ തോടാണ്. എടാ തുറക്കുന്നതിന് മുമ്പ് അടയ്ക്കുന്ന കാര്യമാണോ പറയുന്നത്? അപ്പൊ ഫ്രണ്ട്സ് എല്ലാവരും നല്ല സേഫ് ആയിട്ടിരിക്കുക. മഴയത്ത് വെള്ളത്തിലൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ച് നമ്മൾ എപ്പോഴും കെയർ ചെയ്യണം. നമ്മുടെ പേരൻസിന് എപ്പോഴും നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മൾ നമ്മുടെ സെൽഫ് കെയർ ചെയ്യണം. അപ്പം എല്ലാ കുഞ്ഞുങ്ങളും നല്ല സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് സ്കൂളിലേക്ക് പോകണം. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു സമ്പത്താണ് നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം എത്രമാത്രം ഇപ്പം നമുക്കതിന് വാല്യൂ അറിയത്തില്ല. പഠിക്കുന്ന സമയത്ത് നമുക്കൊക്കെ ആണെങ്കിലും വലുതായാൽ മതി എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ അതൊക്കെ വെറുതെയാണ്. ഞങ്ങളൊക്കെ ഇപ്പൊ ചിന്തിക്കുന്നതെന്ന് വെച്ചാല് കുഞ്ഞായിട്ടിരുന്നാ മതിയായിരുന്നു. കാരണം ആ ഒരു സമയത്ത് നമുക്കുണ്ടാകുന്ന ആ ഒരു ഹാപ്പിനെസ്സും ആ ഒരു സ്വാതന്ത്ര്യവും അതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന ഒരു ഫ്രീഡം നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അങ്ങോട്ട് ചെന്നാ മതി 10ാം ക്ലാസ് ആകുമ്പോൾ ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ
ഇതൊക്കെയാണ് എനിക്കും പറയാനുള്ളത്. എല്ലാവരും നല്ലതായിട്ട് പഠിക്കുക. കാരണം വിദ്യാഭ്യാസമാണ് നമുക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള നമ്മുടെ മുതലെന്ന് പറയുന്നത്. അപ്പൊ ഇനി സ്കൂളിലേക്ക് പോകുന്ന ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്നവർക്കും പുതിയ ക്ലാസ് ഇനി അവിടെ ഇരുന്നോട്ടെ പുതിയ ക്ലാസ്സിലേക്ക് പോകുന്നവർക്കും എല്ലാം എന്താ നല്ലൊരു വർഷം, നല്ലൊരു വിദ്യാഭ്യാസ വർഷം ഞങ്ങൾ എല്ലാവരും ആശംസിക്കുകയാണ്. വേണ്ട, അവിടെ ഇരിക്കട്ടെ. ഇനി ഇപ്പൊ അവർക്ക് എല്ലാവരും പൊതുവെ ഇപ്പൊ ബാഗിലും എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു വർഷമായിരിക്കട്ടെ എന്ന് നമ്മൾ എല്ലാവരും ദുആ ചെയ്യുവാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുക. ഇവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. അപ്പോൾ അത് തന്നെ ദുആ എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നറിയാം. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട്